കേരളത്തിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതോടെ അതിർത്തിയിൽ പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ് തമിഴ്നാട് മൃഗസംരക്ഷണ വകുപ്പാണ് ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന നടത്തുന്നത്. കേരളത്തിൽ നിന്നെത്തുന്ന കാലിത്തീറ്റ വാഹനങ്ങൾ ഉൾപ്പെടെ തിരികെ അയക്കുന്നു. അതിർത്തി കടന്നെത്തുന്ന വാഹനങ്ങൾ അണുവിമുക്തമാക്കിയാണ് കടത്തിവിടുന്നത്. ദീപക് മോഹൻ നൽകും കൂടുതൽ വിവരങ്ങൾ. ഓവർ ടു യു ദീപക്. കേരളത്തിൽ 2 ആഴ്ചയ്ക്ക് മുൻപാണ് ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. അതിനുശേഷം കേരള, കർണാടക, തമിഴ്നാട് അതിർത്തികളിൽ ഇപ്പോൾ ആരോഗ്യ വിഭാഗം പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ്. മുൻകരുതൽ എന്നോണം ഇത്തരത്തിൽ ഈ അതിർത്തികളിലെല്ലാം തന്നെ വാഹനങ്ങളിൽ ആരോഗ്യ വകുപ്പിന്റെ ജീവനക്കാരും ഡോക്ടർമാരടക്കമുള്ള സംഘം പരിശോധന നടത്തുന്നുണ്ട്. ഈ അതിർത്തികളിൽ നിന്നെത്തുന്ന, കേരളത്തിൽ നിന്നെത്തുന്ന വാഹനങ്ങളുടെ ചക്രവും അതുപോലെ തന്നെ മറ്റുള്ള ഭാഗങ്ങളിലെല്ലാം ഇത്തരത്തിൽ അണുവിമുക്തമാക്കിയതിനു ശേഷമാണ് തമിഴ്നാട് ജില്ലയിലേക്ക് അടക്കം കടന്നു പോകുന്നത്. കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുൻപ് മുതലാണ് ഇത്തരത്തിൽ അതിർത്തികളിൽ ഈ തമിഴ്നാടിന്റെ ആരോഗ്യ വിഭാഗം ശക്തമായ രീതിയിൽ പരിശോധന കർശനമാക്കിയത്. ഏതായാലും ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ചേരമ്പാടി തമിഴ്നാട് അതിർത്തിയിലാണ്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ ആരോഗ്യ വകുപ്പിന്റെ വിഭാഗ ജീവനക്കാരെല്ലാവരും തന്നെ ഇത്തരത്തിൽ വാഹനങ്ങളുടെ നമ്പറും അതുപോലെ തന്നെ വിവരങ്ങളും കൃത്യമായി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഇത്തരത്തിൽ അണുനശീകരണവും ഇവർ ഇവിടെ നടത്തുന്നുണ്ട്. ഈ പ്രദേശവാസികളായിട്ടുള്ള ആളുകളെല്ലാം തന്നെയാണ്, ഈ തദ്ദേശീയരായിട്ടുള്ള ആരോഗ്യ വകുപ്പിലെ ജീവനക്കാരുമാണ് ഇത്തരത്തിൽ ഈ പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നത്. പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണോ ഇത്തരത്തിലൊരു പരിശോധന നടത്തുന്നത്? കേരളത്തിലുള്ളത് അത് കോഴി, മുട്ട, വാത്ത്, തീവണം, കോഴിന്റെ തീറ്റ, കോഴിന്റെ ചാണൊന്നും ഇവിടെ വിടാൻ പാടില്ല. തിരിച്ച് മരുന്നടിച്ചിട്ട് തിരിച്ചു വിടും. ക്ലോറിൻ ഡയോക്സൈഡ് പിന്നെ അണുനശീകരണത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. ഈ മരുന്ന് അടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വലിയ ട്രക്കുകൾ പോലുള്ള വാഹനങ്ങൾ, ലോറി, ഇങ്ങനത്തെ സാധനം അത് തുറന്ന് നോക്കിയിട്ട് മുട്ടയോ കോഴിയോ വാത്തോ എന്തെങ്കിലും പോണ്ടാന്ന് നോക്കിയിട്ട് അതിനെ തിരിച്ചയക്കും. മുൻകരുതൽ എന്നാണ്, സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. അതിന് ഇവിടെ പകരാൻ പാടില്ല പറഞ്ഞിട്ട് മുൻകരുതലാണ്. ഞങ്ങള് ഡോക്ടർ ഉണ്ട്, പിന്നെ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ, വെറ്റിനറി ഡിപ്പാർട്ട്മെന്റ്, കാൽനട പരാമർശത്തുറൈ പറയും മൃഗങ്ങളുടെ. ഇത്തരത്തിൽ കേരളത്തിൽ നിന്ന് വരുന്ന ഈ കോഴിത്തീറ്റ അല്ലെങ്കിൽ അങ്ങനെയുള്ള കോഴിമുട്ട, കോഴിയുടെ വാഹനങ്ങൾ വരുന്ന വാഹനങ്ങൾ ഒന്നും തന്നെ തമിഴ്നാട്ടിലേക്ക് ഇപ്പോൾ കടത്തിവിടുന്നില്ല. തമിഴ്നാടിന്റെ വെറ്റിനറി വിഭാഗത്തിൽ ഉൾപ്പെടെയുള്ള ജീവനക്കാരാണ് ഇപ്പോൾ ഈ കേരള, കർണാടക, തമിഴ്നാട് അതിർത്തികളിലെല്ലാം തന്നെ പരിശോധന കർശനമാക്കിയിരിക്കുന്നത്.